വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ ഫസ്റ്റ് സ്കീയിങ് എക്സ്പീരിയൻസ് ഫ്രം ചൈന. അതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടിരുന്ന് കാണുക. നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ രാവിലെ നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മാവ് പോലത്തെ സംഭവം, ഈ ഒരു കറിയും, റാഡിഷിൻ്റെ കറിയാണ്. അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത്. പക്ഷെ അത്ര വലിയ സംഭവമൊന്നും അല്ലായിരുന്നു, പിന്നെ കഴിച്ചു എന്തായാലും. അങ്ങനെ പിന്നെ നമ്മൾ ട്രാവൽ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഭയങ്കര തണുപ്പ് കിട്ടോ, അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഗിടുകിടാന്ന് വിറയ്ക്കുമോ. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളിന്ന് പോകുന്നത് നാൻഷങ് എന്ന് പറയുന്നൊരു പ്ലേസിലാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് 1.5 hour ഡിസ്റ്റൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ബെയ്യൂൻ സ്കൈ റിസോർട്ടിലോട്ടാണ് പോകുന്നത്. മെയിൻ എയിം എന്ന് പറയുന്നത് സ്കീയിങ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് സംഭവം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. വെയിലടിക്കുന്നുണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ടോ. കയറിയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ തണുപ്പ് എന്താണെന്ന് അറിയത്തില്ല. ഈ ഗ്ലാസ് ഒന്നും ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പുറം ഭാഗം അത്ര വൃത്തിക്ക് കാണാൻ പറ്റുന്നില്ല. പാട്ടൊക്കെ കേട്ടിരിക്കുക. പക്ഷെ നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് വെക്കുമ്പോഴേ ഭയങ്കര നമുക്ക് ആ ഒരു ഫോട്ടോസ് എടുത്ത് വെക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടത്തില്ല, ആ ഒരു ലൈവ് മൊമെന്റ് കിട്ടത്തില്ല. അന്ന് ബീജിങ്ങിലൊക്കെ പോയപ്പോൾ എടുത്ത വ്ളോഗാണെങ്കിൽ ഇപ്പോഴും എടുത്ത് കാണുമ്പോൾ നമുക്ക് ഇന്നലെ പോയ ഓരോ മെമ്മറീസ് നമുക്ക് ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. അപ്പോൾ ഭയങ്കര നല്ലൊരു കാര്യമാണ് ഈ വ്ളോഗിങ് എന്ന് പറയുന്നത്. இரவிலே நான் படுக்கும்போது மடியில் சாயும் நீடி, அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியல ஏனடி. ഈ ബസ്സിലാട്ടോ നമ്മൾ വന്നത്. പോകുന്നതും ഈ ബസ്സിൽ തന്നെ ആയിരിക്കും. ബസ്സിൻ്റെ നമ്പർ നമുക്കറിയാം. ഇതാണ് എൻട്രൻസ്, ബെയ്യൂൻ സ്കൈ റിസോർട്ട്, അതാണ് പേര് കേട്ടോ. ഈ കാണുന്നതാണ് ഹില്ല്. ഓ ഇതാ അവിടെയാ സ്കീയിങ് ഒക്കെ ചെയ്യുന്നത് ഉണ്ടോ. ഇവിടെ എല്ലാം സെറ്റാക്കി തരുന്നുണ്ട്. ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ച് തരാൻ പറയുവാണേ. ബൈ. ഒരു സുഖക്കുറവ് ഹെൽമെറ്റ് വെക്കുമ്പോ. ഓക്കെ, ഇത് വെച്ച് തന്നിട്ടുണ്ട്. ഇതാണ് സ്കീയിങ് ഈ സംഭവം. എന്താ ചെയ്യണോ? എല്ലാം കൂടി പൊട്ടിത്തെറിഞ്ഞ് വീഴാഞ്ഞാ മതി.先领先再领晚，男士在那边刷卡。可以。好了。好了。കൊണ്ട് എങ്ങനെ നടക്കും? ചേട്ടാ സ്കീയിങ് ബോർഡാണ്. നമ്മൾ സ്കീയിങ് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു എസ്കലേറ്റർ ഉണ്ട്, അതുവഴി പോയിക്കൊണ്ടിരിക്കുക.
期待。雨后的彩虹，它是那样的精彩。ഇതിൽ ഫസ്റ്റ് ആ ചേട്ടൻ കയറ്റി വിട്ടപ്പോൾ ഉണ്ടല്ലോ ഗ്രിപ്പ് കിട്ടിയില്ല. നമ്മൾ പെട്ടെന്ന് വീഴുന്ന പോലെ തോന്നും, പക്ഷെ ആള് പിടിക്കും നമ്മളെ, അതുകൊണ്ട് വലിയ സീനില്ല. ഈ സ്കീയിങ്ങിൻ്റെ ABCD എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ ഫസ്റ്റ് സ്കീയിങ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചു നല്ല തണുപ്പായിരിക്കുന്നു, പക്ഷെ ഒട്ടും തണുപ്പൊന്നുമില്ല. കൊള്ളാം. ഇവിടെ നമ്മൾ സ്കീയിങ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല പാടുള്ള പണിയാണ്. നമ്മളെ കൊണ്ട് വഴങ്ങുന്നില്ല. ഇനി കുറച്ചേരം പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ. പതക്കോ എന്നും പറഞ്ഞ് വീഴുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാം, നമ്മൾ ട്രെയിൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, പക്ഷെ നല്ല റേറ്റാണ് അവർ ട്രെയിനിങ്ങിന് പറയുന്നത് തന്നെ. നമ്മളെന്തായാലും ഇവിടെ ഇങ്ങനെ സ്കീയിങ്ങിൽ എൻ്റെ ഒരു വീഴ്ച ഇപ്പം കഴിഞ്ഞു. കരട്ടൊന്നും പറ്റിയില്ല, പക്ഷെ വേദനയൊന്നും ഇല്ല വീഴുന്നതിന്. ചുമ്മാ ഒരു രസം, അത്രേ ഉള്ളൂ. കണ്ടോ പിള്ളേരൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടോ. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം. സംഭവം ചെയ്യാൻ പഠിച്ചു, ഈസിയാണ്. പക്ഷെ അധികം പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ചെയ്തു, ഒരു 10 വട്ടമൊക്കെ വീഴുണ്ടാവും, പക്ഷെ ലാസ്റ്റ് സംഭവം പഠിച്ചു കേട്ടോ. അങ്ങനെ സ്കീയിങ് അറിയാത്തൊരു പരിപാടി കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഇതാണ് സ്കീയിങ് ബോർഡ്, ഇത് കുത്തണ സാധനം, ഹെൽമെറ്റ്, അങ്ങനെ. കണ്ടോ ഇച്ചിരി ഇല്ലാത്ത പിള്ളേര് വരെയാണ് ഇത് ചെയ്യുന്നത്. സംഭവം എന്തായാലും നല്ലൊരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആണ്. ഇതുവരെയും ചെയ്യാത്തവരെന്തായാലും ചെയ്തു നോക്കണം. പിന്നെ കുറച്ചുകൂടെയൊക്കെ വീഴും, അത് കാര്യം നോക്കണം. നമുക്ക് വേദനിക്കത്തില്ല വീഴുമ്പോൾ. വേദനയൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ ആയിരിക്കും, അതുകൊണ്ട് അത് ഓർത്താരും പേടിക്കണ്ട. ഇവിടത്തേക്കുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 128 RMB ആണ് ഫുൾ ഡേ. പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ ഹെൽമെറ്റ് ഒക്കെ റെൻറ്റിനെടുത്തതാണ്, അതിനൊരു 15 RMB. പിന്നെ ഡെപ്പോസിറ്റ് നമ്മൾ കൊടുക്കണം ഒരു എമൗണ്ട്, നമുക്ക് പോകുമ്പോൾ തരും. അപ്പോൾ അത്രയാണ് ഇവിടെ കയറാനുള്ള പരിപാടികൾ. പിന്നെ നമ്മൾ വന്നത് മറ്റേ നമ്മുടെ നാട്ടിലെ വോൾവോ പോലത്തെ ബസ്സില്ലേ, അങ്ങനത്തെ ട്രിപ്പ് ബസ്സിലാണ് വന്നിരിക്കുന്നത്. ഏജൻസിക്കാരുടെ കൂട്ടൊന്നുമല്ല വന്നത്, ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്.不适合极限运动的人员禁止参与任何滑雪活动。滑雪游客及团队必须以实际滑雪人数在讲台办理滑雪手续，缴纳押金，办理雪具卡。Hello, this is my Chinese 老师，是你好老师。沈老师，你好。这是我的印度学生。Yes。他非常好，学了很多年。他的视频拍得很好哦。Oh, she's saying my videos are very good. You understand? Yeah. I speak Chinese good. That's what you said, right? Yeah. You understand, but you know how to speak now. You have to practice more. Yeah.
during Corona, we went back to India, forgot everything. No, Yeah. no. I will sad. You got everything. No, but वो वांगला. 不能忘。 一点वो show hang you. 对，慢慢要说，每天说一点。一点. Okay, show bye, 老师. Bye. ഞാനിപ്പോൾ നിൽക്കുന്നത് മെയ്യുവാൻ സ്കീയിങ് റിസോർട്ടിന്റെ ഒരു ബാൽക്കണിയിലാണ്. അപ്പം നമ്മൾ സ്കീയിങ് എല്ലാം കഴിഞ്ഞ് വന്നേക്കുവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം. കാരണം ഇതുവരെ നമ്മുടെ നാട്ടിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഇത്രയും നാൾ ചൈനയിൽ ഉണ്ടായിട്ടും ഇതിന് ഞാൻ വരണം എന്ന് വിചാരിച്ച് നടന്നിട്ടില്ല വരാൻ സത്യം പറഞ്ഞാൽ. അപ്പം എന്തായാലും ദോ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ ദോ ആ ടോപ്പിൽ നിന്നാണ് നമ്മൾ താഴോട്ട് സ്കീയിങ് ചെയ്ത് ഇറങ്ങിയത്. ഇവിടുന്ന് നോക്കുമ്പോഴാണ് അത് എത്രത്തോളം ദൂരം നമ്മൾ വന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. ആ ടോപ്പിൽ നിന്ന് താഴെ വരാൻ കുറഞ്ഞ ടൈമിലാണ് നമ്മൾ എത്തുന്നത്. ആദ്യമൊക്കെ ഇഷ്ടം പോലെ വട്ടം വീണുണ്ടായിരുന്നു കേട്ടോ, വീഴുക. അതും ഈ ഷൂസ് ഇട്ടിട്ട് നമുക്ക് എണീക്കാനും പറ്റത്തില്ല, ആരുടെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ എണീക്കാനും പറ്റത്തുള്ളൂ. പിന്നെ അങ്ങനെ വീണ് എണീറ്റ് ലാസ്റ്റ് ഒരു ചേച്ചിയാണ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് സംഭവം. ആ ചേച്ചി അത് ചൈനീസിലാണ് പറയുന്നത്, നമുക്ക് അത് മനസ്സിലാവത്തില്ല ഏത് ഭാഷയാണല്ലേ എന്താ പറയുന്നതെന്ന് മനസ്സിലാവത്തില്ല. ഫുൾ ആക്ഷൻസിലൂടെയാണ് ഞാൻ എന്നിട്ട് ഈ സംഭവങ്ങൾ ഫുള്ള് മനസ്സിലാക്കി എടുത്തത്. എന്തായാലും ആ ചേച്ചിയാണ് എൻ്റെ സ്കീയിങ്ങിൻ്റെ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേട്ടി വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ജസ്റ്റ് ഒരു കുഞ്ഞു ട്രിക്കാണ്. നമ്മൾ ബ്രേക്ക് പിടിക്കാൻ നേരം ജസ്റ്റ് സീറ്റിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക, പിന്നെ മൂവ് ചെയ്യാൻ നേരം പാരലായിട്ട് പോവുക. അത്ര ഭംഗിയിലൊന്നും ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല, കാരണം കുറച്ച് നേരമല്ലേ ചെയ്തിട്ടുള്ളൂ. കുറച്ച് നേരം എന്ന് വെച്ചാൽ 4-5 മണിക്കൂർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ സംഭവം ചെയ്യാൻ എന്തായാലും അറിയാം. ഇവിടെ തന്നെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ. ഒന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്, ബിഗിനേഴ്സ് ആണെങ്കിൽ തന്നെ അതും അത്യാവശ്യം നല്ല സ്ലോപ്പ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ കാണുന്ന സ്ഥലമൊക്കെ. ഇവിടെയൊക്കെ എവിടെ എൻ്റെ കൈ ഈ കാണുന്നതൊക്കെ പ്രോ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടോ, ആ ടോപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അറിയാത്ത ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പണിയാണ്, നമ്മൾക്ക് പെട്ടെന്ന് ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഏതിലാണ് പോയത്? ഇതിലല്ലേ നമ്മൾ പോയത്? ഈ സൈഡിലാണ് ഞങ്ങൾ പോയത്. ഈ സൈഡിലാണോ? അല്ല ഈ സൈഡിലാണ് ഞങ്ങൾ പോയത്. ദോ ഫ്രണ്ടിലാണ് പോയത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയത്. അതിൻ്റെ ഇപ്പുറത്താണ് പ്രോ ആൾക്കാർക്കുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഈ സൈഡിൽ ഇവിടെയൊക്കെ നമുക്ക് വണ്ടികൾ കാണാം. കണ്ടോ, നമ്മൾ പബ്ജിയിലൊക്കെ കാണുന്ന പോലത്തെ വണ്ടികളുണ്ട്. അതിൽ പോകാൻ വേണ്ടിയിട്ട് 100 RMB ആണ്. നമ്മൾ അതിലൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഒരു ചുറ്റിയിട്ട് ഇങ്ങ് താഴോട്ട് കൊണ്ടുവരും. പിന്നെ അതുപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ റോപ്പ് വേ കാണാൻ പറ്റും. റോപ്പ് വേ അതും ആ പ്രോ ആൾക്കാരൊക്കെ ഏറ്റവും ടോപ്പിൽ നിന്നല്ല ചെയ്യുക. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് അത്രയും റോപ്പ് വേ ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ റിങ്ങും അവൈലബിൾ ആണ്, പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ സ്കീയിങ് ബോർഡ് തന്നെയാണ് ചൂസ് ചെയ്തത്. ഈ റിങ് എന്ന് പറയുന്നത് നമ്മൾ വീഗാലാൻഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണില്ലേ ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങി വരുന്ന റിങ്, അതേപോലെ സ്നോയിൽ കൂടെ വരും. എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഏതോ ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും സ്കീയിങ് ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതോ ആ പോണെന്നാണ് റിങ് എന്ന് പറയുന്നത്. കണ്ടോ, കൊണ്ടോണ കണ്ടോ, വലിച്ചുകൊണ്ട് പോണ കണ്ടില്ലേ, അതാണ് റിങ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ താഴോട്ട് സംഭവം കയറിയത്. ഇവിടെയാണ് കാർഡൊക്കെ സ്വൈപ്പ് ചെയ്ത് നമ്മളെ ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. ആ വഴി ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വേർത്ത് ടു വിസിറ്റ് ആണ്. ഇതുവരെയും വരാത്ത ആൾക്കാർ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ്. എനിക്കിവിടെ വരണതിന് മുമ്പ് പേടിയായിരുന്നു, എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ പേടിയായിരുന്നു. പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നമ്മൾ ഈ ഒരു സംഭവം പഠിച്ചു എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.